രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, അങ്ങനെ 2018 കാലഘട്ടത്തിലൊക്കെ തന്നെ രാഹുൽ അടക്കമുള്ളവർ പോലീസിന്റെ നടപടികൾക്കൊക്കെ വിധേയരാകേണ്ടി വന്ന കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ സർക്കാർ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. ആചാരമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് കോടതിയെ അറിയിക്കാൻ പോവുകയാണ്. വളരെ സ്വാഗതാർഹമായ നിലപാടാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആചാരമെന്ന വാക്കിനേക്കാൾ വിശ്വാസമാണ് പ്രധാനമെന്നാണ് അറിയിക്കേണ്ടത്. ആർട്ടിക്കിൾ 25 പ്രധാനം, വിശ്വാസമാണ് പ്രധാനം. CPM മുമ്പ് തെറ്റായ നിലപാടെടുത്തു എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവരെ നല്ല നിലപാടിലേക്ക് വന്നതിന് സ്വാഗതം ചെയ്യുന്നു. കാര്യം ഞങ്ങൾ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. കോൺഗ്രസും CPM-ഉം BJP-യും എല്ലാം നമ്മൾ വിശ്വാസികളെ അനുകൂലിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. NSS-നും SNDP-ക്കും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും എല്ലാം ഇതേ കാഴ്ചപ്പാടാണെന്ന് ഉറപ്പിച്ചെനിക്ക് പറയാൻ കഴിയും. കാര്യം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളൊന്നുമില്ല. 2018-ൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ തെറ്റായ നിലപാടെടുക്കുകയും ശബരിമലയിൽ യുവതികളെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വേദനയും വിഷമവും ഇപ്പോഴും ഉണ്ട്, എന്നാൽ അതിന്റെ കേസുകളും ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇപ്പോ നിലപാട് മാറ്റുകയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യും. കാര്യം ആത്യന്തികമായി വിശ്വാസവും നന്മയും സത്യവും ശരിയും ജയിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് നിലപാടാണ്. ഇതിലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിൽ കാണാതെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യണം. അതോടൊപ്പം ഒരു അഭ്യർത്ഥനയും കൂടി, ഇപ്പോൾ പോലും എനിക്കടക്കം അതിനെതിരെയുള്ള കേസുകൾ ഇത് സർക്കാർ പിൻവലിച്ചിട്ടില്ല. ശബരിമല പ്രക്ഷോഭത്തിൽ ഇന്നും ആയിരക്കണക്കിന് ആൾക്കാരുടെ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ കൂടി പിൻവലിക്കാൻ ഉള്ളൊരു നല്ല മനസ്സുണ്ടാകണം. നമുക്ക് ആ ഘട്ടത്തെ, ആ 8 വർഷത്തിന് ശേഷം ആ ഏറ്റവും ദുർഘടം പിടിച്ച ഘട്ടത്തെ മറന്ന് പുതിയൊരു എപ്പിസോഡിനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്ത് ആത്മാർത്ഥത കാണിക്കണം. എന്തായാലും സുപ്രീം കോടതിയിൽ നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ശബരിമല ഇനി യുവതികൾ കയറില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വോട്ട് ബാങ്കിൽ കണ്ടുവച്ചാണോ ഈ മലക്കം മറിച്ചിൽ? സത്യസന്ധമായിട്ട് പറയട്ടെ, കുറ്റമായിട്ട് പറയുകയല്ല, അതും കൂടെ കാണും. ഹിന്ദു വോട്ടുകൾ, NSS വോട്ടുകൾ, SNDP വോട്ടുകൾ, അയ്യപ്പ വിശ്വാസികളുടെ വോട്ടുകൾ വലിയ രീതിയിൽ തിരിച്ചടിച്ചതാണ് 2019 ലോകസഭയിൽ 19 സീറ്റും അവർക്ക് തോറ്റത്. അതിനുശേഷം ഉള്ള ഇലക്ഷനിലടക്കം വലിയ സ്വാധീനം ഉണ്ടായി. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി അതിനൊരു പ്രായശ്ചിത്തം ചെയ്തു. പക്ഷെ അതെല്ലാം പ്രധാനം ശബരിമലയിലെ ഈ സുപ്രീം കോടതിയുടെ നിലപാടാണ്. ഞങ്ങളടക്കം എല്ലാം എന്താ പറയുക, കൃത്യമായി അഫിഡവിറ്റുകൾ മറ്റും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും സർക്കാരിന്റെ നിലപാട് മാറ്റം സ്വാഗതാർഹമാണ്. നമ്മൾ ഇതിനെ കക്ഷി തിരിഞ്ഞ് CPM-നെ കളിയാക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അധിക്ഷേപിക്കേണ്ട ആവശ്യമോ ഇല്ല. അവരും തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യുകയല്ലേ നമ്മൾ വേണ്ടത്. അവിടെ വിശാല ബെഞ്ചിൽ നിൽക്കുന്ന ഈ ഒരു കേസിൽ സർക്കാർ, സ്റ്റേറ്റ് എടുക്കുന്ന ഈ നിലപാട് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും അങ്ങനെയെങ്കിൽ? പൂർണ്ണാർത്ഥത്തിൽ പ്രധാനമാവില്ല. കാര്യം സുപ്രീം കോടതി 7 വലിയ ക്വസ്റ്റ്യൻസ് ആണ് അതിന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെയും ശബരിമലയാണ് ഇതിന്റെ കോർ എന്നുള്ളത് കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും നിലപാടുകൾ പ്രധാനം തന്നെയാണ്, സംശയമില്ല. പക്ഷേ സുപ്രീം കോർട്ട് ലാർജർ ഭരണഘടനാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് ആണ് കോറായിട്ട് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അവരെ നിയമിക്കാൻ പോകുന്ന അഡ്വക്കേറ്റ് തുടങ്ങിയവരുടെ നിലപാടുകൾ പ്രധാനമാകും. എന്തായാലും ഈ 4 പേരുടെ നിലപാടുകളാണ് പ്രധാനമാകുന്നത്. ഏറ്റവും പ്രധാനം തന്ത്രി, കാര്യം ദേവപിതാവ് എന്ന നിലയിൽ, അതോടൊപ്പം ദേവസ്വം ബോർഡ്, അതോടൊപ്പം കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. ഇത് ശബരിമല കേസിൽ പ്രധാനമാകും. ശബരിമല കേസിനെ കൂടെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സുപ്രീം കോടതി അഡ്രസ് ചെയ്തത്. അതുകൊണ്ട് ശബരിമലയിൽ യഥാർത്ഥത്തിൽ വിശ്വാസം നിലനിന്നാൽ എല്ലാ മതങ്ങളിലും വിശ്വാസം നിലനിൽക്കും. അയ്യപ്പ വിശ്വാസം നിലനിന്നാൽ ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, ജൈന അടക്കം എല്ലാ വിശ്വാസങ്ങളും നിലനിൽക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. യഥാർത്ഥത്തിൽ അയ്യപ്പൻ ആർട്ടിക്കിൾ 25 സംരക്ഷകനായി മാറുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാര്യം ശബരിമല യുവതികളെ കയറാതെ ആർട്ടിക്കിൾ 25 ഡൈല്യൂട്ട് ആകില്ല. ആർട്ടിക്കിൾ 25 ഡൈല്യൂട്ട് ആകാതെ ഒരു മതങ്ങളുടെ മേലിലും ഒരു കടന്നുകയറ്റം സാധ്യമാകില്ല. അതുകൊണ്ട് സ്വാമി അയ്യപ്പൻ ആർട്ടിക്കിൾ 25 രക്ഷകനായി മാറുകയും എല്ലാ മതങ്ങൾക്കും ഒരു സംരക്ഷക കവചം ഒരുക്കുന്ന മലയാളി എന്ന രീതിയിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല, വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം എന്ന ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ ഒരേ സർക്കാർ, അതായത് ഒരേ സർക്കാർ, ഈ സർക്കാരിന്റെ തന്നെ ഒരു സത്യവാങ്മൂലം തന്നെയാണ് കോടതിയിലേക്ക് അല്ലെങ്കിൽ നിലപാട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ പറഞ്ഞുവല്ലോ, ഒരു വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ അപ്പോൾ പഴയ നിലപാട് ഇപ്പോൾ എടുക്കുന്ന ഇങ്ങനെ ഒരു മാറ്റം അതൊരു ചോദ്യമായി വരാനുള്ള സാധ്യത ഉണ്ടോ? അത് ഒരു ചോദ്യമായി വരും. പക്ഷേ സർക്കാർ ഡയല്യൂട്ട് ചെയ്തൊരു ഉത്തരം പറയും. ഞങ്ങൾ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരു നിലപാടെടുത്തതാണ്, പക്ഷേ വിശ്വാസികളോടും ബാക്കിയുള്ളവരോടും സംസാരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നൊരു പാരഗ്രാഫും കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാരഗ്രാഫിന് കൂടുതൽ ഊന്നൽ കൊടുക്കും, മറ്റേ പാരഗ്രാഫിന് ഊന്നൽ കൊടുക്കാതിരിക്കും. അതാണ് ഫാക്ച്വലി സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ അതോടൊപ്പം മുമ്പത്തെ നിലപാട്, സുപ്രീം കോടതിയുടെ നിലപാട് ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, സുപ്രീം കോടതിയുടെ വിധി തെറ്റാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടാണല്ലോ 5 അംഗ ബെഞ്ചിന്റെ തന്നെ റിവ്യൂ പോയതും ഇപ്പൊ 9 അംഗ ബെഞ്ചിനും കൂടെ പോയതും.
അല്ലെങ്കിൽ ശരിയല്ല, തെറ്റെന്ന വാക്ക് പറയുന്നില്ല, സുപ്രീം കോടതി തങ്ങൾക്ക് തന്നെ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അങ്ങനെ പോയത്. അപ്പൊ അങ്ങ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ അയ്യപ്പൻ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും ഒരു കവചമായി ഇനി നിൽക്കും. അതായത് ഇത് 9 അംഗ ബെഞ്ചാണ്. ഇതിന് മേളിലൊരു ബെഞ്ച് വരണമെങ്കിൽ ഇനി 11ഓ 12ഓ വരണം. അത് വളരെ ചാൻസ് കുറവാണ്. കേശവാനന്ദ ഭാരതി കേസ് പോലെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ അടുത്ത 100 വർഷമോ 50 വർഷമോ നിൽക്കാൻ പോകുന്ന ഒരു വിധിയായി ഇത് മാറാൻ പോവുകയാണ് സുപ്രീം കോടതി എടുക്കുന്ന സമീപനം. ഒരു മതത്തിന്റെയും വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടണ്ട, ആചാരം എന്ന വാക്കേ ഉപയോഗിക്കുന്നില്ല, വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയാൽ അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം നമുക്ക് ഇതിലൊരു വലിയൊരു ആശ്ചര്യവും ഇതൊരു വലിയൊരു പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായി മാറുന്നത് ഈ യു ടേൺ എന്ന പദം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്താണ്? കഴിഞ്ഞ ഇത്രയും നാളുള്ള നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള പ്രതികരണങ്ങളാണ്. പല CPM നേതാക്കന്മാരുടെയും അവിടെ ഭരണകർത്താക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളുണ്ട്. മാത്രമല്ല അന്ന് ഇരുമുടിക്കെട്ടുമായി വന്ന ഭക്തരെ അടക്കം അവർക്ക് പോലീസിന്റെ ലാത്തി വീശലിന് ഉൾപ്പെടെ വിധേയമാകുന്ന ഒരു സാഹചര്യം. NSSനെ പോലെയൊക്കെയുള്ള സംഘടനകൾ ഉൾപ്പെടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഭക്തിമാർഗമുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്ന ഒരു അസാധാരണമായിട്ടൊരു അവസ്ഥ രൂപപ്പെടുത്തിയത് അതിന്റെ ഉത്തരവാദി ഈ സർക്കാർ കൂടിയാണ്. അതേ സർക്കാർ തന്നെ ഇന്നിപ്പോൾ എല്ലാം ആ പിടിവാശി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ആ നിലപാടിന്റെ എന്താണ് ലക്ഷ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ വോട്ട് ബാങ്ക് ആണോ ഇപ്പോഴത്തെ ലക്ഷ്യം? അല്ല, അതും കൂടെ ഉണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം. പക്ഷെ ഇത് പ്രധാനമായി അയ്യപ്പന്റെ വിജയമാണ്, സത്യത്തിന്റെ വിജയമാണ്, ഹിന്ദു വിശ്വാസികളുടെ, അയ്യപ്പ വിശ്വാസികളുടെ വിജയമാണ്, NSS അടക്കമുള്ള സംഘടനകളുടെ ത്യാഗത്തിന്റെ വിജയമാണ്. SNDP അടക്കമുള്ള സംഘടനകൾ പിന്തുണച്ചു. ആദ്യം അങ്ങേക്ക് ഓർമ്മയാണ് പ്രീഷ്, അവിടെ നമ്മൾ തടഞ്ഞത് അവിടുത്തെ ആദിവാസി അമ്മമാരാണ്. അവിടുത്തെ യുവതികൾ കയറാൻ വന്നപ്പോൾ ആ അമ്മമാരുടെ അടക്കമുള്ള വിജയമാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ വിജയം സാധ്യമായത്. അത് സർക്കാരിനെതിരെ മാത്രമല്ല, സുപ്രീം കോടതി വിധി, തെറ്റായ വിധിക്കെതിരെ നിന്നതുകൊണ്ടുള്ള വിജയമാണ്. അന്ന് ഞാനൊക്കെ പറഞ്ഞപ്പം താങ്കളടക്കമുള്ള ഒരുപാട് പേര് കേട്ട് കാണും. ഒരുപാട് പേര് ഞങ്ങളെ പുച്ഛിച്ചു, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല, മാറില്ല എന്നൊക്കെ. പക്ഷേ സുപ്രീം കോടതിയുടെ 5 അംഗ വിധി നമ്മൾ മറികടന്നു. അതോടൊപ്പം CPM തങ്ങളുടെ നിലപാട് മാറ്റുകയും കൂടെ ചെയ്തു. ഇതിപ്പോ നമ്മുടെ ആ വിശ്വാസികളുടെ വിജയം പൂർണ്ണമാണ്. അതിന്റെ കാരണം നമുക്ക് സത്യസന്ധത ഉള്ളത് കൊണ്ടാണ്, ശരിയോടൊപ്പം നിൽക്കാൻ ഉള്ള ധൈര്യം ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സമയത്തെ ചിത്രങ്ങൾ, ആ ദൃശ്യങ്ങൾ, ഒരുപാട് പ്രക്ഷോഭകാലം, ശബരിമല അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഷേധ വേലിയേറ്റത്തിലേക്ക് പോയതൊക്കെ മനസ്സിൽ വരികയാണ്. അവിടേക്ക് വരുന്ന ആചാര സംരക്ഷണത്തിനായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നേരത്തെ രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇതേ NSS തന്നെ പലപ്പോഴും പല ആവശ്യങ്ങൾ എന്ന നിലയ്ക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ. അതായത് ഈ കേസുകൾ പിൻവലിക്കണമെന്ന് NSSന്റെ അടക്കമുള്ള ആവശ്യമായിരുന്നു. എത്രയോ പേർ നിയമവ്യവഹാരമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. രാഹുൽ ഈശ്വറിനും അതറിയാമല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ സർക്കാർ എടുക്കാവുന്ന ഒരു നിലപാടുണ്ടായിരുന്നു, അത് എടുത്തിട്ടില്ല. എനിക്കെതിരെ 4 കേസുകളുണ്ട്. ഞാൻ ചിലതൊക്കെ ക്വാഷ് ചെയ്യാനിപ്പം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പിൻവലിക്കണം. കാര്യം ഒരു പുതിയ ചാപ്റ്ററാണ് ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും വേണം. ഞാൻ CPMനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ CPM നല്ലത് ചെയ്താലും നമ്മൾ അഭിനന്ദിക്കും. കാര്യം ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം വിശ്വാസമാണ്, അയ്യപ്പ വിശ്വാസമാണ് പ്രധാനം. എല്ലാ പാർട്ടിയിലും പെട്ട ഒരുപാട് പേർ. ഇനി ഒരു കാര്യം കൂടെ, CPMന്റെ ഒരു പോസിറ്റീവ് കാര്യം കൂടെ പറയാം. കടകംപള്ളി സുരേന്ദ്രൻ സാർ അല്ലേ അയ്യപ്പ സംഗമത്തിന്റെ ദിനമെന്ന് പറഞ്ഞത് സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന്. ആ ധൈര്യത്തോടെയും ആർജവത്തോടെയും മുമ്പത്തെ ഒരു ദേവസ്വം മന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവാണ്. അവിടെയാണ് ഇത് കക്ഷി രാഷ്ട്രീയമല്ല. നമ്മുടെ കേരളം ഇന്ത്യക്ക് പുതിയൊരു ദിശ കാണിച്ചു കൊടുക്കുകയാണ്. ആ സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു. അത് വിശ്വാസങ്ങളുടെ മേൽ കടന്നു കയറാനുള്ള ഒരു വളഞ്ഞ വഴിയായിരുന്നു. സ്വാമി അയ്യപ്പനായിട്ട് അത് തടഞ്ഞതാണ്. ഇനിയും സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ സുപ്രീം കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി വരുമെന്ന്? അപ്പോ സുപ്രീം കോടതിയും നമ്മുടെ കേരളവും എല്ലാം ശരിയായ പാതയിലേക്ക് അയ്യപ്പ വിശ്വാസികൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത് ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, മുസ്ലിമിന്, ജൈനന്, ജൂതന് എല്ലാവർക്കും അനുകൂലമായി മാറും. തീർച്ചയായും വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.